അതായത് ഒരു യൂസ്ഡ് കാർ എക്സ്പോ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിലവിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് എമറാൾഡ് പ്ലാനറ്റ് കാർസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ വാഹനമാണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ തന്നെ അവിടെ വേറെ ഒരു ബ്രാൻഡിൻ്റെ വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു 8-10 ബ്രാൻഡിൻ്റെ വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. ബ്രാൻഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ യൂസ്ഡ് കാർ ഷോറൂമുകളാണ് കേട്ടോ. പല ഷോറൂമുകളിലെ വണ്ടികളാണ് ഇവിടെ കിടക്കുന്നതിൽ എല്ലാം തന്നെ. 135 ആണ് നമ്മൾ 135, അതായത് ഈ പറഞ്ഞ 18 ലക്ഷം രൂപയുടെ കിറ്റ് ഉൾപ്പെടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞു കേട്ടെ, ഇപ്പോൾ ഇത് പുതിയ എടുത്ത ഒരാൾക്ക് എത്ര ലക്ഷം രൂപ പോയതല്ലേ? അതും ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് മെയിൻ്റനൻസ് കുറഞ്ഞത്, മൈലേജ് ഉണ്ട്, അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള വണ്ടി അല്ലേ? ഒരുപാട്. ഇത് നമുക്ക് 13 രൂപ 13 ലക്ഷം രൂപയ്ക്ക്. പേപ്പറൊന്നും ആക്കണ്ട, പേപ്പർ ആയതാണ്, വേറെ ഒന്നും ചെയ്യണ്ട അല്ലേ? ഒന്നും ചെയ്യണ്ട. അതെ, എടുത്തുകൊണ്ട് പോകാൻ ഓടിക്കുക. അല്ല, ഈ ഒരു ക്വാളിറ്റിയിൽ ഈ 12 വണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണാം. കാരണം മറ്റതൊക്കെ എന്തായാലും കുറേ റീപെയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ സാധാരണ എപ്പോഴും ഒരു യൂസ്ഡ് കാർ ഷോറൂമിലാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് അല്ലേ? ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഞാനൊരു കിടിലൻ സംഭവം പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതായത് എനിക്കൊന്നും ഇതുവരെ അങ്ങനെ എവിടെയും നടന്നിട്ടില്ലാത്തൊരു സംഗതിയാണിത്. അതായത് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മുടെ സരോവരം പാർക്കിൻ്റെ അവിടെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെയൊക്കെ നിരത്തി ഒരുപാടധികം പ്രീമിയം വണ്ടികളൊക്കെ കിടക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവം നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു യൂസ്ഡ് കാർ എക്സ്പോ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിലവിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് എമറാൾഡ് പ്ലാനറ്റ് കാർസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ വാഹനമാണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ തന്നെ അവിടെ വേറെ ഒരു ബ്രാൻഡിൻ്റെ വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു 8-10 ബ്രാൻഡിൻ്റെ വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. ബ്രാൻഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ യൂസ്ഡ് കാർ ഷോറൂമുകളാണ് കേട്ടോ. പല ഷോറൂമുകളിലെ വണ്ടികളാണ് ഇവിടെ കിടക്കുന്നതിൽ എല്ലാം തന്നെ. അത് ഏകദേശം ഒരു 8-10 ഷോറൂമിലെ വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതായത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന ഒരു സംഭവം ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വണ്ടി നോക്കാനൊക്കെ നടക്കുന്ന ഒരാൾക്ക് 10 ഷോറൂമിൽ കയറി ഇറങ്ങുന്നതിന് പകരം ഈ ഒരൊറ്റ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും വണ്ടികൾ നിങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കാണാൻ പറ്റും കേട്ടോ. അത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം നല്ലൊരു കൺസെപ്റ്റാണ്. ഇതുവരെ അങ്ങനെ അതും എവിടെയും ചെയ്തതായിട്ട് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്ന യൂസ്ഡ് കാർ എക്സ്പോയിൽ ഏതൊക്കെയാണെന്നൊക്കെയാണുള്ള ജസ്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ നമ്മുടെ എമറാൾഡ് പ്ലാനറ്റ് കാർസിൻ്റെ കുറച്ച് കിടിലൻ വണ്ടികൾ, അതായത് എല്ലാം പ്രീമിയം വണ്ടികൾ തന്നെയാണ് ഇവിടെ കിടക്കുന്നതിൽ. ഭൂരിഭാഗം വണ്ടികളും എന്താ പറയുക, അങ്ങേയറ്റം പ്രീമിയം സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് മാക്സിമം വിലയെ കുറച്ചിട്ട് നല്ല കിടിലൻ പ്രൈസിൽ കുറേ അധികം സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിച്ചു തരാം. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഇങ്ങനെ അദ്ദേഹമാരും എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു സംഗതി ആയതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കോട്ടെ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്താൽ നിർബന്ധമൊന്നുമില്ല, പക്ഷേ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ എമറാൾഡ് ഗ്രൂപ്പിൻ്റെ ആൾക്കാർക്ക് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവരുടെ ഒരു കിടിലൻ ഒരു വമ്പൻ ഷോറൂമൊക്കെ ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും ഇന്ന് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ എമറാൾഡ് ഗ്രൂപ്പിൻ്റെ അഷറഫിക്കാണ്. അഷറഫിക്ക, നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് അല്ലേ? അതായത് എമറാൾഡ് മോട്ടോഴ്സ് കൊണ്ട് ഈ ഒരു സ്ഥാപനം ഒരുപാട് വർഷമായിട്ട് നിങ്ങൾ റൺ ചെയ്യുന്നതാണോ? നമ്മൾ എമറാൾഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു 6 month ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഷോറൂമായിട്ട് തുടങ്ങിയിട്ട് ബിസിനസ് നമ്മൾ ഒരു 6 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലാത്തൊരു ആൾക്കാരാണ് ശരിക്കും എമറാൾഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് പ്രീമിയം വണ്ടി വേണമെങ്കിൽ ഏറ്റവും നല്ല വണ്ടി അല്ലേ, ഏറ്റവും മോഡൽ കൂടിയ ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടി കൊടുക്കും നിങ്ങൾ? തീർച്ചയായിട്ടും കൊടുക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാലേ ഈ ഒരു കൺസെപ്റ്റ് ഇതെന്താ സംഭവം? ഇത് എന്താ വെച്ചാൽ കേരളത്തിലുള്ള പൊതുവെ എല്ലാ പ്രീമിയം വണ്ടിന്റെ ഡീലേഴ്സ് കൂടിയിട്ടുള്ള ഒരേ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് വരുന്നവർക്ക് കാണാനും അത് പർച്ചേസ് ചെയ്യാനും നല്ലൊരു എളുപ്പവഴി അല്ലേ? അതുകൊണ്ട് തന്നെ ഇൻട്രോയിൽ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡീലേഴ്സിന്റെ വണ്ടികൾ, അതാകുമ്പോൾ 10 സ്ഥലത്ത് പോകുന്നതിന് പകരം അല്ലേ ഇവിടെ വന്നാൽ മലബാറിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ. അതെ, അതുപോലെ തന്നെ ഒരു പ്രീമിയം വണ്ടികളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കോഴിക്കോട്, എനിക്ക് തോന്നുന്നു കോഴിക്കോടത്തെ ഏറ്റവും വലിയൊരു യൂസ്ഡ് കാർ ഷോറൂം അല്ലേ നിങ്ങളത് ഇവിടെ തുടങ്ങാൻ പോവാണ്. എക്സാക്ട് ലൊക്കേഷൻ എവിടെയായിട്ട് അത് വരുന്നത്? നേരെ മറ്റേ ഈ ട്രേഡ് സെന്ററിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? സരോവരം തന്നെ കേട്ടോ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വഴിയെ വരുന്നുണ്ട്. കിടിലൻ വീഡിയോസ് ഒക്കെ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ ഒരുപാട് ബ്രാൻഡ് ഉണ്ടോ? അതായത് നമ്മുടെ റെമി കാർസ് മുതൽ അങ്ങനെയുള്ള ഈ കോഴിക്കോട് ഒരുവിധം പ്രീമിയം ചെയ്യുന്ന ഒരുവിധം എല്ലാവരും ഇപ്പോൾ നിലവിൽ ഇവിടെ ഉണ്ട് അല്ലേ? എല്ലാവരും ഉണ്ട്. ഇത് ശരിക്കും എത്ര നാളുണ്ട് ഇങ്ങനെ ഇവിടെ? നമ്മൾ നോമ്പ് ഒരു 27 വരെ ആണ് ഉണ്ടാവും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രീമിയം വണ്ടികളൊക്കെ വേണ്ടവർ എവിടെയും തപ്പി കിടന്നും കറങ്ങി കിടന്നൊന്നും കഷ്ടപ്പെടണ്ട, നേരെ ഇങ്ങോട്ട് പോരും, എല്ലാം ഒരുമിച്ച് കാണാം അല്ലേ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ഇങ്ങനത്തെ ഇപ്പോൾ ഒരുപാട് ഒരു 10-25 വണ്ടികൾ ഇവിടെ നിങ്ങളുടെ വണ്ടി തന്നെ കിടക്കുന്നുണ്ട് അല്ലേ? കാരണം എല്ലാം പ്രീമിയം ആണ്. കുറച്ചെണ്ണത്തിന് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഏതാ വില വിവരങ്ങളൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് പിന്നെ സാധാരണ ഇപ്പം കുറഞ്ഞെന്ന് തുടങ്ങുന്നത് ഇപ്പം ഏറ്റവും കൂടിയെന്ന് തുടങ്ങാം അല്ലേ?
അപ്പോ ഇതിപ്പോ എന്താ സംഭവം? മേബാക്ക് ആണോ അതോ ഇത് ചെയ്താണോ? മേബാക്കിന്റെ കിറ്റ് ചെയ്താണ്. ഇത് GLS ആണ്. GLS ആണ് അല്ലേ? ഇതിപ്പോ നമുക്ക് മോഡലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എന്താ ഡീറ്റെയിൽ? ഇത് 23 മോഡൽ വണ്ടിയാണ്. 24 ഡെലിവറി. 24 ഡെലിവറി പുത്തൻ വണ്ടിയാണ്. പുതിയ വണ്ടി തന്നെ. അതായത് GLS ആണ് കേട്ടോ. ശരിക്കും മേബാക്ക് അല്ല, GLS എന്ന് പറയുന്ന മോഡൽ വണ്ടിയാണ്. ഇത് ശരിക്കും പറഞ്ഞാല് ഓൺ റോഡ് എനിക്ക് ഓർക്കുമ്പോ ഒരു 2 കോടിന്റെ അടുത്ത് വിലയില്ലേ? 92 വരുന്നുണ്ട് അല്ലേ? ഇതിനിപ്പോ ഏകദേശം ഒരു 18 ലക്ഷം രൂപന്റെ കിറ്റ് ചെയ്തിട്ടുണ്ട്. 18 ലക്ഷം രൂപ വന്നിട്ടുണ്ട് മേബാക്കിന്റെ കിറ്റ് ചെയ്യാൻ. 18 ലക്ഷം രൂപ വിലയുണ്ട്. അമ്പോ, അത് ചില്ലറ പൈസ ഒന്നും അല്ലല്ലോ. ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. ചെറിയ മുതലൊന്നും അല്ല കേട്ടോ. ഓൾമോസ്റ്റ് 2 കോടിന്റെ വണ്ടിന്റെ മേലെ പിന്നെയും 18 ലക്ഷം രൂപ മുടക്കിയതാണല്ലേ? ഇത് ജസ്റ്റ് 10,000 കിലോമീറ്റർ ഓടി. വെറും 10,000. അടിപൊളി. അതായത് ശരിക്കും പറഞ്ഞാല് ഷോറൂമിൽ പോകണ്ട അല്ലേ? ഇവിടെ വന്നാലും ഇപ്പൊ രാവിലെ വന്നാൽ ഉച്ചയ്ക്ക് എടുത്തോണ്ട് പോവാ. ഷോറൂമിൽ വെയിറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ? ഇതിപ്പോ നമുക്ക് ഇപ്പൊ നിലവിൽ നിങ്ങൾ കൊടുക്കാൻ വെച്ച വില എന്താ? ലാസ്റ്റ് ഫൈനല് 135 ആണ്. 135. അതായത് ഈ പറഞ്ഞ 18 ലക്ഷം രൂപയുടെ കിറ്റ് ഉൾപ്പെടെ. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇത് പുതിയ എടുത്ത ഒരാൾക്ക് എത്ര ലക്ഷം രൂപ പോയതല്ലേ? രണ്ടാമത് എടുക്കുന്നവർക്ക് അതിന്റെ ഭയങ്കര ലാഭമാണ്. ഈ പ്രീമിയം വണ്ടീന്റെ ഏറ്റവും വലിയൊരു ഗുണമുണ്ടോ, അതായത് ഭയങ്കരമായ ഡിപ്രീസിയേഷൻ ആണ് ഫസ്റ്റത്തെ ഓണർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ എന്തായാലും ആലോചിച്ച് നോക്കണം, 10-70 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് വെറും 10,000 കിലോമീറ്റർ ഓടിയപ്പോൾ കുറഞ്ഞത് അല്ലേ? അതും ശരിക്കും ആ ഷോറൂമിന്റെ ഉള്ളിൽ എങ്ങനെയാണോ കിടക്കുന്ന അതേ കണ്ടീഷനിൽ. പുതിയതെടുക്കാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോണ്ട, വൻ മണ്ടത്തരായിപ്പോ ഇത് നോക്കിക്കോട്ടെ അല്ലേ? അല്ലെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുമോ? റേറ്റിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പം എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോട്ടെ. ഞാൻ പിന്നെ അത് ആദ്യം മുതലേ അങ്ങ് ഫസ്റ്റ് വലിയ വണ്ടി കാണിച്ചു എന്നുള്ളൂ. അടുത്തത് C ക്ലാസ് ആണ് അല്ലേ? C ക്ലാസ്. ഇത് CLA അല്ല, ഇത് C220 ആണ്. C220. ഓക്കെ. C220ന്റെ 2000 മോഡൽ ഏതാ? 2024 മോഡലാണ്. 24. നിങ്ങൾക്ക് ഈ പുത്തൻ വണ്ടികളെ ഉള്ളോ? അങ്ങനല്ല, അത് ആ റേഞ്ചുള്ളവർക്ക്, അതിൽ കുറവുള്ളവർക്ക് അതുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്തായാലും ഇത് 24 മോഡലാണ്. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ ജസ്റ്റ് 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 6000. ഇതൊക്കെ ഒരു രസത്തിന് എന്താ പറയുക, രാവിലെ എണീക്കുമ്പോൾ തോന്നലിനങ്ങ് പോയി എടുത്തിട്ട് അല്ലേ? ആലോചിക്കണം. മറ്റേ വെറും 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2024 C ക്ലാസ് ആണ്. ഇത് നമുക്ക് മോഡൽ എന്ത് വിലയുണ്ടെന്ന് പറയും പുതിയന്? ഇതിന് പുതിയന് 73 ലക്ഷം രൂപ വിലയുണ്ട്. നമ്മുടെ വില എത്രയാ? നമ്മൾ 60 ചോദിക്കുന്നത്. 60. ഓൾമോസ്റ്റ് ഒരു 10-13 ലക്ഷം രൂപ അതിലേയും കുറഞ്ഞു. കിലോമീറ്റർ മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വണ്ടി. അതെ. അതും ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് കുറഞ്ഞത്, മൈലേജ് ഉണ്ട്, അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള വണ്ടി അല്ലേ? ഒരുപാട്. അപ്പൊ ഇനിയിപ്പോ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ ഇവരുടെ ഷോറൂമിൽ വണ്ടികൾ ഉണ്ടാവും. നമ്മൾ അത് ഗംഭീരമായിട്ട് നമുക്ക് വീഡിയോ വീണ്ടും ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇതൊക്കെ നിങ്ങൾ വേണേ നോക്കിയാൽ അതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ കേട്ടോ. അടുത്തത് ശരിക്കും ബെൻസിന്റെ ഒരു സീരീസിലെ ഏറ്റവും കൊമ്പൻ അല്ലേ? അങ്ങനെ തന്നെ പറയാം. S ക്ലാസ് ആണ്. S ക്ലാസ്. ഇത് ശരിക്കും ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2018 മോഡലാണ്. 18. ഓക്കെ. കുറച്ച് മോഡൽ പറഞ്ഞൊരു വണ്ടി കണ്ടു. അതായത് ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു റോട്ടിലെ കപ്പൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? അത്രയും വലിയ വണ്ടിയാണ്. അത് മാത്രമല്ല ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ അങ്ങേ അറ്റം ഇല്ലാത്ത ഒന്നുമില്ല. ബെൻസിന്റെ കാറിൽ അവസാന വാക്ക് അത് തന്നെ. പിന്നെ 18 മോഡൽ. ഇത് കിലോമീറ്ററോ? ഇത് 75,000 കിലോമീറ്റർ ഓടി. 75 ഓടിയിട്ടുള്ളൂ അല്ലേ? ഞാൻ ഇതിന്റെ ഒന്നിന്റെ ഇന്റീരിയർ കാണിക്കാത്ത, ഒന്നാമത് നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നത് കുറച്ച് ഇരുടായ സമയത്താണ്. അത് മാത്രമല്ല പിന്നെ ജസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് നല്ല ക്ലിയർ ആയിട്ടുള്ള അടിപൊളി ഫോട്ടോസ് അയച്ചു കൊടുക്കൂലേ? ജസ്റ്റ് നമ്പർ വെച്ചിട്ടുണ്ട്. ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഏത് വണ്ടിന്റെ എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും കംപ്ലീറ്റ് ഫോട്ടോസ്, ഡീറ്റെയിൽസ്, വീഡിയോസ് എല്ലാം അയച്ചു കൊടുക്കും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാതെ, വെറുതെ ഞാൻ സമയം കളണ്ടല്ലോ. അപ്പോ 18 മോഡൽ. കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? 75,000 കിലോമീറ്റർ. 2018 കമ്പനി സർവീസ്. അത് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊക്കെ അത്രയും പ്രീമിയം സാധനമാണ് അല്ലേ? ഈ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കിടക്കുന്ന ഒരു വണ്ടിക്കും ഒന്നുമില്ല, അങ്ങനത്തെ വണ്ടികളേ ഇല്ല. അടിപൊളി. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല, ഒരു വണ്ടിക്കും ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല എന്ന് മനസ്സിലാക്കിക്കോളാം. ഇതിനെന്ത് വിലയുണ്ട്? ഇത് നമുക്ക് ഫൈനല് 46 കൊടുക്കാം. 46 ലക്ഷം രൂപ. 46 ലക്ഷം. അതായത് ഇറങ്ങുമ്പോൾ ഒരു 1.5 കോടി രൂപ വിലയില്ലേ? അതിന്റെ മേലെ വരും. S ക്ലാസിനൊക്കെ 46 ലക്ഷം രൂപ, അതും 18 വണ്ടി കേട്ടോ. എന്നാലും ഒട്ടും കൂടുതലെന്ന് പറയാൻ പറ്റൂല അല്ലേ? കാരണം അത്രയ്ക്കല്ലേ കുറയ്ക്കാൻ പറ്റുള്ളൂ. വലിയൊരു മര്യാദ വേണ്ടല്ലേ? കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി, എല്ലാം പക്ക വർക്കിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും ഇതൊക്കെ നിങ്ങൾ വേണേ നോക്കിക്കോട്ടെ. അതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഇതാ BMW. അപ്പോൾ ബെൻസിന്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത BMW. ഇത് 3C. ഇത് GT ആണല്ലേ? ഇത് 3 സീരീസ് GT ആണ്. ഓക്കെ. അതായത് GT എന്ന് പറയുന്നത് ഒരു കൂപ്പേ ഡിസൈനിൽ വരുന്ന നല്ല അടിപൊളി സാധനമാണ്. അത് മാത്രമല്ല പവറും പെർഫോമൻസും അല്ലേ? 2 ലിറ്റർ തന്നെയല്ലേ എഞ്ചിൻ വരുന്നത്? ഇത് അതെ, 2 ലിറ്റർ എഞ്ചിൻ. ഓക്കെ. ഓട്ടോമാറ്റിക് വരും. അതുപോലെ തന്നെ ഇത് മോഡലൊക്കെയോ? ഇത് 2014 മോഡലാണ്. 14 ആണ്. ഇത് പുറത്ത് രജിസ്ട്രേഷൻ അല്ലല്ല, ഇത് തന്നെ ഇറങ്ങുന്നത്.
ഒറിജിനൽ ഇത് തന്നെ അല്ലേ? ഓക്കെ. അതായത് അതിന്റെ ഒരു ഡിസൈൻ കണ്ടോ, നല്ല രസമാണ്. പിന്നെ എന്താ പറയാ, ഒരു പെർഫോമൻസ് കാർ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കാർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് അല്ലേ? കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 78. ഇതിപ്പോ നിലവിൽ ഏതാ രജിസ്ട്രേഷൻ? ഡൽഹി നിലവിൽ UP രജിസ്ട്രേഷൻ. UP ആണ്. ഓക്കെ. നമ്മുടെ അടുത്ത് റീവണ്ടികളും ഉണ്ട്. ഉണ്ട് നല്ല വണ്ടിയൊക്കെ റീവണ്ടികൾ വെക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിലവിൽ UP രജിസ്ട്രേഷനിലെ കേരള വണ്ടീനേക്കാളൊക്കെ ലക്ഷങ്ങൾ കുറഞ്ഞ് നിങ്ങൾക്ക് ഇത് കിട്ടും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. പിന്നെ വണ്ടി പക്കയല്ലേ? പക്ക സർവീസ് ഹിസ്റ്ററി പക്ക ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ പ്രീമിയം കാറൊക്കെ പണ്ടായിരുന്നു എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ. ഇപ്പൊ ഈ പറഞ്ഞ യൂസ്ഡ് പാർട്സ് അങ്ങനെ അല്ലെ, അങ്ങനത്തെ ചെറിയ പൈസയൊക്കെ ഇമ്പോർട്ടഡ് പാർട്സ് ഒക്കെ വരുന്നത് എല്ലാം ചെറിയ പൈസക്ക് കിട്ടും. അത് നമ്മൾ തന്നെ ഇഷ്ടംപോലെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ചെറിയ പൈസക്ക് 3 ലക്ഷം രൂപ പണിയൊക്കെ 50,000 രൂപയ്ക്ക് തീർക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രീമിയം എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആവശ്യക്കാർ എടുത്താൽ മതി കേട്ടോ. എണ്ണടിച്ച് ഓടിക്കുന്നത് മാത്രമല്ലല്ലോ അല്ലേ? ശരി. ഇത് 14 പറഞ്ഞു. UP ആണ്. കിലോമീറ്റർ 78,000 കിലോമീറ്റർ. വേറെ അപാകതകളൊന്നും അല്ല. ഒരു സർവീസ് കാര്യങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ. എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് ലാസ്റ്റ് 12 ലക്ഷം രൂപ പേപ്പർ ആക്കിട്ടോ. ഇത് NOC. ഓക്കെ. ഒരു 3 ലക്ഷം റുപ്യേന്റെ അടുത്ത് നിങ്ങൾ പേപ്പർ ആക്കാൻ 2.5 രൂപ 2.25 3 അടുത്ത് അല്ലേ? ആ റേഞ്ച് കാണാം. അപ്പോ 12 അല്ലേ നമ്മളിപ്പോ 12 രൂപ നമുക്ക് വ്യത്യാസം ചെയ്ത് കൊടുക്കും. എന്തായാലും ഉണ്ടല്ലോ. ഈ പുതിയ വണ്ടിയിൽ വലിയ കുറവില്ലെങ്കിൽ ഇതിലൊക്കെ നല്ലോണം കുറയുന്ന ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? സർവീസ് ഹിസ്റ്ററി ഒക്കെ പക്കാണ് അല്ലേ? ഈ 78 എന്ന് പറയുമ്പോൾ വലിയൊരു ഓട്ടോ ഓടിക്കില്ല തന്നെ പറയാം. ഡീസൽ ഒരു മിസൈൽ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു 15 ലക്ഷം റുപ്യനുള്ളിൽ GT വേണ്ടവര് ഇത് മിസ് ചെയ്യേണ്ട. നല്ല അടിപൊളി വണ്ടിയാണ്. അതുപോലെ തന്നെ അടുത്തത് ഒരു E-ക്ലാസ് അല്ലേ? ഇത് C ക്ലാസ് ആണ്. C220. നമ്മൾ നേരത്തെ കണ്ടതിന് തൊട്ട് ബാക്കിലെ അതിന്റെ മുന്നുള്ള ഷേപ്പ് ആണ്. ഓക്കെ. C220 ആണ്. ഇത് 2008 മാസം 2019 മോഡലാണ്. 8 മാസം ഇറങ്ങിയ വണ്ടി കേട്ടോ. കിലോമീറ്റർ ഒക്കെയോ? ഇത് കിലോമീറ്റർ 1 ലാക്ക് ഓടിയിട്ടുണ്ട്. പക്ഷെ ഇത് സിംഗിൾ ഓണർ ആണ്. കറക്റ്റ് സർവീസ് ആണ്. ഓരോ 10ലും സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇത് കേരള വണ്ടിയാ? ഇത് പക്ക കേരള വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. ഇപ്പൊ ഇവിടെ കിടക്കുന്ന വണ്ടികളുടെ ഒരെണ്ണത്തിന്റെ പോലും ഇന്റീരിയറിൽ ഒരു സിംഗിൾ സ്ക്രാച്ചോ പോറലോ ഒന്നുമില്ല. ഒക്കെ അങ്ങനെ തന്നെ ഉള്ളതാണോ അതോ നിങ്ങൾ ചെയ്യുന്നതാണോ? അത് നമ്മൾ എടുക്കുമ്പോഴേ ആ ഒരു കണ്ടീഷനിലുള്ള കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അത്ര നീറ്റ് ക്വാളിറ്റി കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഉള്ളിലൊക്കെ വണ്ടി ഒരാൾ ഫ്രഷ് വണ്ടി എടുത്തതാ. അയാളോണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തു. ഓക്കെ. കിലോമീറ്റർ കുറച്ച് ആയിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് വലിയൊരു ഓട്ടൊന്നും ഇല്ല. അത്യാവശ്യം മൈലേജ് കിട്ടൂലേ? പിന്നെ ഇതിന് 17-18 കിലോമീറ്റർ നോർമലി മെയിൻ്റെനൻസ് നോർമലായി. ഈ ക്ലാസ്സിനും S ക്ലാസ്സിനും അപേക്ഷിച്ച് ഏറ്റവും കുറവ് ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് ഫൈനൽ 26 ലക്ഷം രൂപ കൂടും. 26 ലക്ഷം രൂപ ഒറിജിനൽ കേരള വണ്ടിയാന്ന് ആലോചിക്കണം. കേരള വണ്ടി ഒറിജിനൽ വണ്ടി 19 മോഡലാണ്. നിങ്ങൾക്ക് 26 എനിക്ക് തോന്നുന്നത് റീവണ്ടിക്കൊക്കെ വില വരുന്നുണ്ടല്ലേ? നല്ല പ്രൈസ് ബെനിഫിറ്റ് ഉണ്ട് എന്തായാലും. ഓക്കെ. നിങ്ങൾ നോക്കിക്കോട്ടോ. നിങ്ങൾക്ക് ഞാൻ ഈ പറയണമെന്ന് ഞാൻ തള്ളുന്നൊന്നും നോക്കണ്ട. നിങ്ങൾ ഇവിടെ വന്ന് വണ്ടി കാണാ, ക്വാളിറ്റി 16-17 വണ്ടിന്റെ വിലയാണ്. അതേ ഞാൻ പറഞ്ഞത്. കിലോമീറ്റർ കുറച്ച് ഓടിയതുകൊണ്ട് കുറച്ചാണ്. ഓക്കെ. ഇനിയും എന്തെങ്കിലും കുറേ നിങ്ങൾ കുറച്ച് കൊടുക്കൂലേ? നമ്മുടെ ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ. മാക്സിമം ചെയ്ത് കൊടുക്കും. ഓക്കെ. അടുത്തതും സെയിം സാധനം തന്നെയാണ്. C ആണ്. പിന്നെ 1.5 സാധനം കേട്ടോ. നല്ല അടിപൊളി കളറ്. ഇത് മോഡലോ? ഇത് 2018 മോഡലാണ്. C220 അല്ലേ? 18 അല്ലേ? 18. ഓക്കെ. ഇത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനിൽ എന്താ പറയുക, ഈ റെഡ് ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ കാണാൻ? അതെ. ഓക്കെ. ഇത് കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ 60,000 ഓടിയിട്ടുള്ളൂ. ഡീസൽ തന്നെ അല്ലേ? ഡീസൽ വണ്ടി. ഓക്കെ. മോശമൊന്നുമില്ല. 60,000 കിലോമീറ്റർ വളരെ വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ്. കാണാൻ തന്നെ ആ ഒരു കൂളിംഗ് ഒക്കെ ചെയ്തപ്പോൾ ഉള്ളൊക്കെ നല്ല അടിപൊളി ലുക്ക് ഉണ്ട് കേട്ടോ. വേറെ അപാകതകൾ റീപ്ലേസ്? ഇതിന് ഒരു അപാകത ഒന്നുമില്ല. സെക്കൻഡ് ഓണർ ആണ്. പ്രൈസ് നമുക്ക് ഫൈനൽ 26 ലക്ഷം. 26 ലക്ഷം രൂപയ്ക്ക് 18 വണ്ടി. അടിപൊളി. അതും ലോ കിലോമീറ്റർ വണ്ടി കേട്ടോ. വലിയ കുറച്ച് ഓടിയ വണ്ടി നിങ്ങൾക്ക് അവലിക്ക് കിട്ടും, ഓടാത്ത വണ്ടി അവലിക്ക് കിട്ടും അല്ലേ? കൊള്ളാട്ടോ. നല്ല 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 ക്വാളിറ്റി ഉള്ള. പക്ഷേ മെയിനായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ യൂസ്ഡ് കാറൊക്കെ വാങ്ങുമ്പോൾ ക്വാളിറ്റി നോക്കിക്കോളാം. 10 രൂപ കൂടുതൽ കൊടുത്താലും നല്ല വണ്ടി മേടിച്ചോളാം. അല്ലേ പണി ഉറപ്പാണ്. വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങാൻ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ആ ഒരു പേടി വേണ്ട. എന്തായാലും 26 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുക്കാം. അതുപോലെ തന്നെ ഈ ബാക്കോട്ട് വരുമ്പോൾ ഇവിടെ കുറേ അധികം വണ്ടികൾ നേരെ കിടക്കുന്നുണ്ട് കേട്ടോ. കുറേ സമയം കൊണ്ട് മോഡൽ കൂടിയ വണ്ടികളൊക്കെ കാണിച്ച് കുറഞ്ഞത് കണ്ടില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും E250 ആണ് അല്ലേ? അതും എന്താ പറയുക, വേണമെങ്കിൽ ഒരു നൈറ്റ് എഡിഷനോ ബ്ലാക്ക് എഡിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? നല്ല ഫുൾ ബ്ലാക്ക് ആണ്. ഇതിപ്പോ ഏതാ മോഡൽ? ഇത് 2014 മോഡലാണ്. 14 മോഡലാണ്. ഡൽഹി അല്ലേ? ഡൽഹി ഇവിടെ നമ്പർ ആയ വണ്ടി. നമ്പർ ആക്കി, പേപ്പറായി. അടിപൊളി. ഇത് 14 മോഡലാണ്. പിന്നെ കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 85,000 കിലോമീറ്റർ.
85,000 കിലോ. എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? ഇതിനൊരു ജെന്യൂൻ കിലോമീറ്റർ ആണ്. അതായത് ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ ബെൻസിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാ അല്ലേ? പുതിയതിലേക്ക് ഇപ്പൊ സീയിലേക്കൊക്കെ വന്നപ്പോ വേറെ തന്നെ ഒരു കോലമായി. ബെൻസിന് ചിലപ്പോൾ പറയാൻ പറ്റൂല, ഫീച്ചേഴ്സ് ഒക്കെ മാറും കേട്ടോ. പക്ഷെ ഇതാണ് ഒറിജിനൽ ബെൻസ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഡൽഹി രജിസ്ട്രേഷൻ ആയിരുന്നു, ഇവിടെ പേപ്പർ ആക്കി ആണ്. നമുക്ക് കിലോമീറ്റർ എത്ര ഉണ്ട്? കിലോമീറ്റർ 85,000 കിലോമീറ്റർ. ജെന്യൂൻ ആണല്ലോ? ജെന്യൂൻ കിലോമീറ്റർ. അടിപൊളി. എന്താ വില? ഇത് നമുക്ക് 13 രൂപ കൊടുക്കാം. 13 ലക്ഷം രൂപയ്ക്ക്. പേപ്പർ ഒന്നും ആക്കണ്ട, പേപ്പർ ആയതാണ്, വേറെ ഒന്നും ചെയ്യണ്ട അല്ലേ? ഒന്നും ചെയ്യണ്ട. അതെ, എടുത്തോണ്ട് പോവാ, ഓടിക്കുക, വേണമെങ്കിൽ സർവീസ് ചെയ്തേക്കുക. ഓക്കെ. അപ്പൊ 13 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 2014 വണ്ടി എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു BMന്റെ ഇത് 5 സീരീസ് അല്ലേ? ഇത് BMW 5 സീരീസ്. മോഡലോ? ഇത് 2012 മോഡലാണ്. 12 അല്ലേ? 12 വണ്ടിയല്ലേ? അമ്പാ, ഇത് കാര്യമായ ഒരു ടച്ചപ്പ് പോലും കയറിയിട്ടില്ലല്ലോ. നല്ല നീറ്റുള്ള വണ്ടി, കറക്റ്റ് മെയിൻറ്റെയിൻ. അത്രയും നന്നായിട്ട് ഉപയോഗിച്ചൊരു വണ്ടി ആയതുകൊണ്ടാട്ടോ അത്രയും ക്വാളിറ്റി വരുന്നത്. ഇത് റിയാണോ അതോ? ഇത് പുറത്തെ വണ്ടിയാണ്. പുറത്താണ്, ഡൽഹി ആയിരിക്കും അല്ലേ? ഡൽഹി MH വണ്ടി. ഓക്കെ. മോഡല് 12 2012. കിലോമീറ്റർ ഇത് കറക്റ്റ് 78,000 കിലോമീറ്റർ ഓടിക്കും. അതൊക്കെ വളരെ വളരെ റെയർ വണ്ടി, നല്ല നീറ്റ്. അല്ല, ഈ ഒരു ക്വാളിറ്റിയിൽ ഈ 12 വണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണാം. കാരണം മറ്റേതൊക്കെ എന്തായാലും കുറെ റീപെയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ വണ്ടി. അതായത് ഇപ്പൊ ഒരു 5 സീരീസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ ഇത് എടുത്തോളൂ അല്ലേ? തീർച്ചയായിട്ടും, ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നല്ല വണ്ടി, അടിപൊളി വണ്ടി. വില എത്രയ്ക്ക് കൊടുക്കും? ഇത് നമുക്ക് ഒരു 9 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 9 ലക്ഷം രൂപയ്ക്കാ? ഒരു പാതയില്ലല്ലോ? ഇല്ലല്ലോ, ഒരു അപകടയില്ല. NOC റേറ്റ് അല്ലേ? NOC റേറ്റ് ഒരു 3-3.5 ലക്ഷം രൂപേന്റെ അടുത്ത് പേപ്പർ ആക്കാൻ വേണ്ടി വരില്ലേ? ഏകദേശം അതിന്റെ ചോട വരുള്ളൂ അല്ലേ? കാരണം കുറച്ച് NOC പഴക്കമുള്ളത് കൊണ്ട്. പഴക്കം കൊണ്ട് മാത്രമല്ല, ഇറങ്ങിയപ്പോ നല്ല വിലയുണ്ടല്ലോ. അതും കൂടി കണക്കാക്കണം, അത് നോക്കിക്കോ നിങ്ങൾ. എന്നാലും നിങ്ങൾ ഒരു 10-13 ലക്ഷം രൂപേനുള്ളിൽ ചെയ്തെടുക്കാം അല്ലേ? പക്ഷെ ആ ഈ ക്വാളിറ്റി നിങ്ങൾ എവിടെ പോയി തപ്പിയാലും കിട്ടാനുള്ള ഉറപ്പാണ്. അടുത്തത് നമ്മുടെ മിനിമോളാണ്. ഇത് ഏതാ മോഡല്? 12-13? ഇത് 2013 മോഡലാണ്. ഈ ഒരു ഷേപ്പ് വരുമ്പോ ആ ഒരു മോഡലാണ് വരാറ്. കൺവെർട്ടബിൾ അല്ല. ഇത് എസ് അല്ലേ? ഇത് എസ് ആണ്. പെട്രോൾ ആണ്. പെട്രോള് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ ജസ്റ്റ് 40,000 കിലോമീറ്റർ ഓടിക്കും. അത്ര ഓടിയുള്ളൂ അല്ലേ? പെട്രോൾ ആകുമ്പോൾ ഒരു 10 മൈലേജ് പ്രതീക്ഷ പോരെ? ഇത് പെർഫോമൻസ് കാറും കൂടി അല്ലേ? മാക്സിമം 11-12 കിട്ടും. ഹൈവേലൊക്കെ കിട്ടും. ഓക്കെ. അപ്പൊ എന്തായാലും 13 മോഡലാണ്. കൂപ്പർ എസ് ആണ്. കൺവെർട്ടബിൾ അല്ല, ഹാർഡ് ടോപ്പ് ആണ്. 3 ഡോർ ആണ് അല്ലേ? ഓക്കെ. ഇതിപ്പോ നമുക്ക് എന്ത് വില വരുന്നുണ്ട്? ഇത് നമുക്ക് ലാസ്റ്റ് 13.5 കൊടുക്കാം. കേരള വണ്ടിയാ? കേരള വണ്ടിയല്ല, അങ്ങോട്ട് പേപ്പറായ വണ്ടിയാ. നമ്പറാക്കാനൊന്നും കഷ്ടപ്പെടണ്ട. 13,50,000 രൂപയ്ക്ക് കൊടുക്കും. വേറെ അപാകതകളൊന്നും? അപാകതയില്ല, നീറ്റ് വണ്ടി. ഓക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ്. കാരണം ഇത്രയും നല്ല മോഡൽ, കുറച്ച് പഴയതാണെങ്കിൽ ഇത്രയും വൃത്തിക്കൊക്കെ ഈ വണ്ടികൾ കാണുമ്പോൾ സന്തോഷമാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ മിസ് ചെയ്യണ്ട കേട്ടോ. അതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. തപ്പി ഇറങ്ങാൻ ഒരു വർഷം കിട്ടിയെന്ന് വരില്ല ഇതേപോലത്തെ വൃത്തിയുള്ള വണ്ടി അല്ലേ? ആർക്കെങ്കിലും വേണമെന്ന് നോക്കിക്കോ. ഇനി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ കേട്ടോ. അടുത്തായിട്ട് ഒരു ബെൻസ് ഉപയോഗിക്കണം, എന്നാൽ അതൊരു ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയായിരിക്കണം. അങ്ങനെ വേണ്ടവർക്ക് GLA അല്ലേ? GLA 200. മെയിൻ്റെനൻസ് കുറവുള്ള, വളരെ മെയിൻ്റെനൻസ് കുറവ്, മൈലേജ് ഉണ്ട്. അതായത് ഒരു ഡെയിലി കാറൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സാധനം. തീർച്ചയായിട്ടും. ഇതിപ്പോ മോഡൽ ഏതാ? ഇത് 2017 മോഡൽ. 17. കേരള വണ്ടി തന്നെയാ? ഇത് ഒറിജിനൽ കേരള. നല്ല നീറ്റാട്ടോ. ഇതിനൊന്നും ഒരു കുറ്റം പറയാനില്ല. എൻ്റെ അത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ഒരു പോറൽ പോലും ഇല്ലാത്ത സാധനത്തിൽ എന്ത് പറയാനാ? വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ അടിയും കിട്ടൂട്ടെ. അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒരു റീപ്ലേസും ഇല്ല. ഓക്കെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 18 ലക്ഷം രൂപ. 18 ലക്ഷം രൂപ. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. 80,000 അല്ലേ? ഓക്കെ. മോശമൊന്നും കേട്ടോ. വണ്ടി അങ്ങേറ്റം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടി എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യാണ്ട് നോക്കിക്കോളൂ. 18 ലക്ഷം രൂപയ്ക്ക് അല്ലേ? ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ ഈ ഒരുപാട് വണ്ടികൾ കാണിച്ചല്ലോ, എല്ലാത്തിനും ലോണിന്റെ കേസ് എങ്ങനെയാണ്? ലോണിന്റെ കേസ് ഏത് വണ്ടിയും നമ്മളെടുത്തുള്ള ഏത് വണ്ടിയും ഒരു 80-85% ലോൺ കിട്ടും അല്ലേ? അത് നല്ല പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റം കിടിലം പ്രൊഫൈല്, ബിസിനസ്, അതുപോലെ തന്നെ IT മുതൽ ഗേറ്റ് മുതൽ സകല സാധനവും വേണം അല്ലേ? കാരണം ഒന്നും ചെറിയ വണ്ടികളല്ല, ചെറിയ പൈസേൻ്റെ സാധനങ്ങളല്ല, എല്ലാം അത്യാവശ്യം 10 ലക്ഷം റുപ്യേനെ മേലെ ലോൺ ചെയ്യണമെങ്കിൽ എല്ലാവിധ സംഗതികളും വേണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വന്നാൽ മതി. ഈ ചെറിയ പൈസ ഒക്കെ നമ്മളിപ്പോൾ ഒരു നാനോ ലോൺ അല്ലെങ്കിൽ മാരുതി ലോൺ ചെയ്യുന്ന പോലെ ഒന്നും ഇതിൻ്റെ പരിപാടി നടക്കില്ല. നല്ല ബിസിനസ്സും കാര്യങ്ങളല്ലേ? 10 ലക്ഷം റുപ്യേനെ മേലെ ലോണൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയർ. തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ പക്കയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും 18 ലക്ഷം റുപ്യക്ക് ഇതെടുക്കാം. അതുപോലെ തന്നെ വേമയും പറഞ്ഞു കേട്ടോ. ഇതിപ്പോൾ ML അല്ലേ? ഇത് ML മോഡൽ ഏതാ? ML 2013 മോഡൽ. 13 ആണ്. 13 ആണെങ്കിൽ നിങ്ങളത്തെ പഴയ വണ്ടിക്കാണ് പുതിയതിനേക്കാളും ഭംഗി കേട്ടോ. ക്വാളിറ്റി വൈസ് 13. ഇത് റിയ ആയിരിക്കും അല്ലേ? അല്ല, ഇത് ഒറിജിനൽ കേരള. ഒറിജിനൽ കേരളയാണ്.
ഇതിന്റെയൊക്കെ ആ ഇന്റീരിയർ ഒക്കെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ എന്താ പറയുക ഓരോ ക്ലിയർ ആവില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എന്താ ക്വാളിറ്റി എന്നറിയോ, സൺറൂഫ് പോലെ എല്ലാ സംഗതികളും ഉണ്ട്. ഇത് പിന്നെ 13 അല്ലേ പറഞ്ഞത്? ഇത് 2013 മോഡൽ. ഈ കിലോമീറ്ററോ? ഇത് 1.35. 1.35. വലിയൊരു ഓട്ടൊന്നും 13 വണ്ടിയല്ലേ അല്ലേ? അതെ അതെ. ഇത് എന്താ നമുക്ക് വില വരുന്നത്? ഇത് നമുക്ക് 16 ലക്ഷം രൂപ. 16 ലക്ഷം രൂപ. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആവൂലേ? സ്ലൈറ്റ് നെഗോഷ്യബിൾ അല്ലേ? മാക്സിമം കുറച്ച്. ടേബിൾ ടു ടേബിൾ നിങ്ങൾ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ നോക്കിയതൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ കുറച്ച് തരും. അടുത്ത നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, സാധാരണക്കാർക്കല്ല ഇപ്പോഴത്തെ കാശുകാരൻ്റെ വണ്ടിയായി തീർച്ചയായിട്ടും ഹൈക്രോസ് ആട്ടോ. ഹൈക്രോസ് ഏതാ മോഡല്? ഇത് 2023 മോഡൽ, 24 ഡെലിവറി. 24 ഡെലിവറി ഉണ്ട്. ഈ സാധനം അങ്ങനെ എവിടെയും അധികം വന്ന് തുടങ്ങിയില്ല, തുടങ്ങുന്നുള്ളൂ. കാരണം എടുത്തവരൊക്കെ ഒന്ന് കൊടുക്കാനുള്ള ഒരു മൂഡിലേക്ക് വരുന്നുള്ളൂ. ഓക്കെ, 23, 24 വണ്ടിയാണ്. കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 92,000 കിലോമീറ്റർ ഓടി. വലിയ ഓട്ടമൊന്നും അല്ലല്ലോ. 23, 24 വണ്ടിയാണ്. കാരണം ഈ സാധനം ഇപ്പൊ ഇന്നോവ എന്താ സ്ഥിതി? മൈലേജ് 20 റേഞ്ച് ഒക്കെ കിട്ടുന്നു. അതായത് പെട്രോൾ ഹൈബ്രിഡ് അല്ലേ? പെട്രോൾ ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് അല്ലേ? ZXO എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഏറ്റവും ടോപ്പിന്റെ. ഇപ്പം ഷോറൂമിൽ 41 രൂപ വിലയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 6 മാസമൊക്കെ വെയിറ്റിംഗ് പീരീഡും ഇല്ലേ? വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അല്ലേ? സിംഗിൾ ഓണർ ആണ്. 11 രജിസ്ട്രേഷൻ, ഫാൻസി നമ്പർ ആണ്. ഓക്കെ, 90 സംതിങ് ഓടിയുണ്ട്. പക്ഷെ ടൊയോട്ടയുടെ വണ്ടീന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ അതിനൊരു ബാധകമല്ല അല്ലേ? പക്ഷെ വണ്ടി നല്ല ഒരു 20,000 കിലോമീറ്റർ ഓടിയ അത്രയേ ഉള്ളൂ. നമ്മൾ ക്രിസ്റ്റന്റെ കേസൊക്കെ നമ്മൾ എല്ലാ ടൊയോട്ടയുടെ വണ്ടീന്റെ സ്ഥിതി അതൊക്കെ തന്നെയാണ്. എന്താണ് അവന്മാർ എഞ്ചിനിൽ പിടിച്ചു വെക്കുന്നത്? എന്തായാലും അത് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ ഇതും നിങ്ങൾക്ക് ഈ പെട്രോൾ ഓട്ടോമാറ്റിക്കും കൂടെ ഹൈബ്രിഡും കൂടി ആയതുകൊണ്ട് ഒന്നും കൂടി വണ്ടി സ്മൂത്ത് ആയിരിക്കും. ഡീസലിനേക്കാളും കുറച്ചുകൂടി കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ കുറയുമല്ലോ. തീർച്ചയായിട്ടും. ശരി, ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് ഫൈനലി ഒരു 10 ലക്ഷം രൂപ കുറച്ച് കൊടുക്കാം. അതായത് 31 രൂപ കൊടുക്കും. 31 ലക്ഷം രൂപയ്ക്ക് 41 ലക്ഷം രൂപേന്റെ വണ്ടി നേരെ 10 ലക്ഷം രൂപ കുറച്ചിട്ട് കമ്പനിയിൽ ഒരു 6 മാസം ബുക്കിംഗ് ഉണ്ട്. അതൊന്നുമില്ല. അപ്പോൾ രാവിലെ വന്നാൽ കാശുണ്ടെങ്കിൽ ഉച്ചയും വരുന്നു അല്ലേ? ഓക്കെ, എന്തായാലും 31 ലക്ഷം രൂപ എടുക്കാം. അതേപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2020 മോഡൽ GLE 300 എന്ന് പറഞ്ഞ GLE 300. ബെൻസിന്റെ ഈ ഒരു സീരീസിൽ ഭയങ്കര കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു വണ്ടി. അത് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. GLS ഒക്കെ ആകുമ്പോൾ ഒന്ന് വലിയ സൈസ് കൂടുതലാണ്. ഇതൊരു മീഡിയം. അതെ, പിന്നെ GLE ആകുമ്പോൾ കുറച്ച് ചെറുതുമായി. XUV ആണ്. അതെ, എല്ലാം ഇത് ഫോർമാറ്റിക് അല്ലേ? 4 വീൽ അല്ലേ വരുന്നത്? ഫോർമാറ്റിക് ആണ്. 20 മോഡൽ 20 മോഡൽ. കിലോമീറ്ററോ? കിലോമീറ്റർ 72,000 കിലോമീറ്റർ. തമിഴനാ? ഇത് TN രജിസ്ട്രേഷൻ. ഡെലിവറി ഉണ്ട്. TN രജിസ്ട്രേഷനിൽ നിലവിലുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പേപ്പർ ആക്കാം. പൊതുവെ കേരളത്തില് TN വണ്ടി പോകുന്നുണ്ട്. ഈ മറ്റേ പാലക്കാട്, തൃശ്ശൂർ, മണ്ണാർക്കാട് ഭാഗത്തുള്ളവരൊക്കെ എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇത് കുന്നംകുളത്തുള്ളൊരു മലയാളികളാ. അവർക്ക് കോയമ്പത്തൂർ ബിസിനസ്, അവരെ വണ്ടിയാ. നമ്മൾ അവരുമായിട്ട് നല്ല കുറെ വർഷമായിട്ട് ബന്ധമുണ്ട്. ഇത് പിന്നെ കിലോമീറ്റർ എത്രയാന്ന് പറഞ്ഞല്ലോ? ഇത് കിലോമീറ്റർ 72,000 കിലോമീറ്റർ. വലിയൊരു ഓട്ടൊന്നും പറയാനില്ല. ഇത് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നല്ല മൈലേജ് ഉണ്ട്. 16 ഒക്കെ കിട്ടും അല്ലേ? ഓക്കെ, അത് ഇതിന്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഓടിക്കാനാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ML-ന്റെ ഒരു കൺവെർട്ടർ ബസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ബാക്കിലെ ഡിസൈൻ ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. പക്ഷെ നല്ല അടിപൊളി വണ്ടിയാണ്, നല്ല കംഫർട്ടാണ്. GLS-ന്റെ ഉള്ളിലുള്ള ഒരു ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഇതിനകത്ത് എന്താ ഉള്ളത് അല്ലേ? അതാണല്ലോ ബെൻസ്. പിന്നെ പുതിയ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. എത്ര? 1.5 അടുത്തോ? 1.20, 1.25 വരുന്നുണ്ട് അല്ലേ? കോടി കേട്ടോ, ലക്ഷല്ലേ? 1,25,00,000 രൂപയൊക്കെ വിലയുള്ള സാധനമാണ്. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് 52 ലക്ഷം രൂപ കൊടുക്കും. 52 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ എടുത്തോണ്ട് പോവാം. ഈ വിലക്ക് ഇത്ര നീറ്റ് വണ്ടി എവിടെയും കിട്ടാനില്ല. അതായത് ഇതിപ്പോ പറയുമ്പോ 52 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന പോലെ ഉണ്ട്. എന്നൊക്കെ നമ്മൾ സ്വപ്നം പോലും കാണാൻ പറ്റില്ല. പിന്നെ മുതലാളിമാർക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. പിന്നെ വേറെ കേസ് പറഞ്ഞുതരാം, എടുക്കാൻ നടക്കുന്നവർക്ക് അറിയാം ഇതിന്റെ വാല്യൂ എന്താ. അതായത് ഇങ്ങനത്തെ ഒരു വണ്ടി ക്വാളിറ്റി ഉള്ളത് കിട്ടുമ്പോൾ എന്ത് കൊടുക്കണമെന്നും അതിനെക്കുറിച്ച് പഠിച്ചവർക്ക് അറിയാം. അതുകൊണ്ടാണ് അറിയാത്തൊരു ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കോമഡി ആയിട്ടൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിക്കോ. നിങ്ങൾ എടുക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ടെങ്കിൽ തപ്പി നടക്കണ്ട, ഇതൊക്കെ നോക്കിക്കോ. അടുത്തതും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സെയിം സാധനം മോഡല് കൂടിയതല്ലേ? അതെ, ഇത് 2023 ആണ്. 24 ഡെലിവറിയാണ്. 23, 24 ഡെലിവറി. ഇതിപ്പോ ലൈവ് ഇപ്പം ഷോറൂമിൽ ഇറങ്ങുന്ന മോഡൽ. അതെ, അതും ഈ പറഞ്ഞ എന്തായിരുന്നു അതിന്റെ അത് GLE, ഇത് GLC 220. അതെ, ഫ്രണ്ടിലെ ലുക്കൊക്കെ മറ്റേ GLC ക്ലാസിന്റെ അതേപോലെ വന്നു. 220 അല്ലേ? 23, 24 മോഡല്. 23 മോഡല്, 24 ഡെലിവറി രജിസ്ട്രേഷൻ. ഓക്കെ, ഇത് നമുക്ക് കിലോമീറ്റർ ഒക്കെയോ? ഇത് കിലോമീറ്റർ ഇതും 70 കിലോമീറ്റർ ഓടി. 70,000. അത് ഇച്ചിരി കൂടുതൽ ഓടിയിട്ടുണ്ടല്ലേ? കുറച്ച് ഓടിയിട്ടുണ്ട്. പക്ഷെ വണ്ടി ഇത് സർവീസ് പാക്കേജ് ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു. അവര്
പാക്കേജ് വെച്ച് ഓടിയതാണ്. പക്ഷെ വേറെ കേസ് ഉണ്ട്, കയ്യിൽ എണ്ണ അടിക്കാൻ കാശുണ്ട്, ഇതിനകത്ത് കയറി ഇറങ്ങാൻ തോന്നുന്നു, അതാണ് വിറ്റ്. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, സർവീസ് കമ്പനിയിൽ പക്ക ഹിസ്റ്ററി. ഓക്കെ, വണ്ടി അത്യാവശ്യം നല്ല. പിന്നെ GLC മോഡൽ കൂടിയ വണ്ടികൾ വളരെ റയറാണ്. എനിക്ക് തോന്നുന്നു ഈ വീല് മാറിയത് എങ്ങനെ അലവില് മാറ്റിയിട്ടതാ, അത് അല്ലല്ല, കമ്പനി ഇങ്ങനെ വരുന്നത്. നല്ല അടിപൊളി ലുക്കിലാട്ടോ വരുന്നത്. അതും പിന്നെ പ്രീമിയം വണ്ടികളായതുകൊണ്ട് പറയണ എല്ലാ വണ്ടിയും ഒരു 100% തന്നെ ടയറും ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഇന്റീരിയർ ബീജ് കളർ വരുന്ന ഡിമാൻഡ്, അത് നിങ്ങൾ അയച്ചു കൊടുക്കണ്ടോ? നമ്മളിപ്പോ എടുത്തിട്ട് എന്തായാലും വൃത്തിയാവില്ല, വെറുതെ സമയങ്ങളുണ്ടല്ലോ. പിന്നെ വിലയോ? ഇത് നമുക്ക് ഫൈനൽ 62 എന്തെങ്കിലും ഒപ്പിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് കേരള വണ്ടിയാ? പക്ക കേരള സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, പുതിയതിന് എത്ര, ഒരു 1.5 പുതിയതിന് 94 ലക്ഷം വരുന്നു. ഇത് ഡീസൽ ഹൈബ്രിഡ് ആണ്. കമ്പനിയിൽ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള വണ്ടി ആയതുകൊണ്ട് സെക്കൻഡ് സൈഡിൽ ഭയങ്കര മാർക്കറ്റ് ഉണ്ട്. 61 ലക്ഷം രൂപ. ഇതിന് മൈലേജ് കുറച്ച് കൂടുതലുണ്ട്. ഈ ഡീസൽ ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് 20 കിട്ടും, ഒരു 18 എന്തായാലും കിട്ടും അല്ലേ? ഈ ഹൈവേയിലൊക്കെ കേട്ടോ, സാധാരണ ട്രാഫിക്കിലൊന്നും നിങ്ങൾ പോയിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും പിന്നെ ഇതൊക്കെ എടുക്കുന്നവർക്ക് ആർക്ക് എന്തിന് മൈലേജ് അല്ലേ? മൈലേജ് ഒന്നും നോക്കൂല. ഞാൻ പറഞ്ഞ കയ്യിൽ എണ്ണ അടിക്കാൻ കാശുണ്ടെങ്കിൽ കയറി ഇരുന്നാൽ പിന്നെ ഇറങ്ങാൻ തോന്നൂല, കൊണ്ടേയിരിക്കും. ഇപ്പത്തെ ഹൈവേയിലൊക്കെ ആണെങ്കിൽ കയറി ഇരുന്ന അങ്ങ് വിട്ടു പോവന്നെ. അടുത്തത് ജാഗ്വാർ ആണ്. ജാഗ്വാർ, ഞാൻ ഇവിടെ ഈ ഇത്രയും സമയം വണ്ടി കണ്ടതില് ഒരു സ്ക്രാച്ച് കണ്ടൊരു വണ്ടി ഇതാണ്. ഇതാ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച്, ഇത് കണ്ടോ? വേറെ ഒരു വണ്ടിയിൽ പോലും ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. ഇത് മോഡൽ ഏതാ? സ്ക്രാച്ച് എന്ന് പറയാനില്ല, ഞാൻ ചുമ്മാ കണ്ടപ്പോ ഒന്ന് കറുത്ത കളർ കണ്ടപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ സ്ക്രാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്താ പറയേണ്ടത് ഒരു ചെറിയ മോഡൽ അത്രേ ഉള്ളൂ കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. മോഡൽ ഏതാ? ഇത് 2018 മോഡലാ. ജാഗ്വാർ XE ആണ്. XE അല്ലേ? 100 അങ്ങനെ എന്തോ അല്ലേ എന്റെ പേരിന്റെ വരുന്നത്? 18 അല്ലേ പറഞ്ഞെങ്കിൽ? ഇത് 2018 കേരള വണ്ടിയാണോ അതോ? പക്ക കേരള വണ്ടി. ഇത് കേരള വണ്ടി ഈ സാധനം അങ്ങനെ കുറവാട്ടോ, വളരെ റെയർ അല്ലേ? പക്ഷെ നല്ല വണ്ടിയാണ്. പിന്നെ ഇതിനെ കുറിച്ച് അറിയില്ല പലർക്കും അല്ലേ? അതുകൊണ്ടാണ് നല്ല ബോഡി ഇതുള്ള. എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ റേഞ്ച് റോവറിന്റെ ഒക്കെ ബോഡിയിലൊക്കെ വരുന്നതല്ലേ? അതെ അതെ അതെ, അത്യാവശ്യം അത്രയും കിടിലം ബോഡി ആണെങ്കിലും ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളി കണ്ടീഷനിൽ വരുന്ന സാധനം കേട്ടോ. പിന്നെ ഇത് നമുക്ക് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആണ്. ഇത് നമുക്ക് 23 ലക്ഷം രൂപ. 23 ലക്ഷം രൂപ കൊടുക്കാം. ഹൈക്രോസിനേക്കാളും വില കുറച്ചിട്ട് ജാഗ്വാർ ഒക്കെ എടുത്തോണ്ട് പോകാട്ടോ. 23 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ജാഗ്വാർ എടുത്തോണ്ട് പോകാം. 18 മോഡൽ ഉണ്ടെന്ന് ആലോചിക്കണം. ആ വണ്ടിയാണ് 23 വരുന്നത്. നല്ല ക്ലീൻ വണ്ടി അല്ലേ? ഒരു അപാകത ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല. ഓക്കെ, ഇനി മൂപ്പർ തന്നെ അടിക്കുക, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ X7 അല്ലേ? ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റിന്റെ തൊട്ട് ബാക്കിൽ വരുന്നുണ്ട്. തൊട്ട് ബാക്കിൽ. ഇത് മോഡൽ ഏതാ? ഇത് 2022 ആണ് മോഡൽ. 23 ഡെലിവറി രജിസ്ട്രേഷൻ ഒക്കെ. 23. അതായത് ഈ BM സീരീസില് ഒരു SUV സെഗ്മെന്റിലെ ഏറ്റവും ടോപ്പ് എൻഡ് സാധനം അല്ലേ? ഭയങ്കര വണ്ടി. ഇതിന്റെ മേലേക്ക് പിന്നെ വേറെ ഒന്നും ഇല്ല. ശരിക്കും നമുക്ക് ഇതും മറ്റേ ബെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അത് രണ്ട് സാധനം അല്ലേ? രണ്ട് ലെവലാണ്. ബെൻസ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, ഒരു ലക്ഷറി, ഒരു യാത്രാ സുഖമുള്ള വണ്ടി. പക്ഷെ ഇത് ഒരു സ്പോർട്സ് അല്ലേ? അതിനില്ലാത്ത പല ഗുണങ്ങളും ഇതിനില്ലാത്തതിനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. BM എന്ന് പറയുന്ന ഒരു ഡ്രൈവേഴ്സ് കാർ ആണ്. തീർച്ചയായിട്ടും. അതെ, ഡ്രൈവേഴ്സ് ഒന്നും അല്ല, അത് ബാക്കിലൊന്നും ഏറ്റവും ലക്ഷറിയാണ്. ഇതിന്റെ അകത്ത് ഇല്ലാത്ത ഒന്നുമില്ല. പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരു മിനി സീരിയൽ തന്നെ വേണ്ടി വരും പറയാൻ. അങ്ങനെ പറയുന്നില്ല. ഇത് മോഡൽ 22. ഇത് 2022 ആണ്. 23 ഡെലിവറി ഉള്ള വണ്ടിയാണ്. ഇത് പെട്രോൾ ആണ്. പെട്രോൾ ഹൈബ്രിഡ് ആണ്. പെട്രോൾ മൈലി ഹൈബ്രിഡ് എന്ന് പറഞ്ഞു. മൈലേജ് ഒരു 10 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. 10-11 കിട്ടുന്നുണ്ട്. ഹൈബ്രിഡ് ആയതുകൊണ്ടായിരിക്കും അല്ലേ? ഓക്കെ, 22 പെട്രോൾ എന്താ പറയാ, ഇത് എടുത്ത ആളുടെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അതായത് സ്വന്തമായിട്ട് പമ്പൊക്കെ കാണും അല്ലേ? എന്തായാലും കൊള്ളാം. ഇത് 22 വണ്ടി ഓടിച്ചാൽ അതിന്റെ ഇത് മനസ്സിലാവും. കംഫർട്ട് അല്ലേ? എത്ര ഓട്ടോ? ഇത് കിലോമീറ്റർ 20,000. അത്ര ഓടുള്ളൂ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ സ്ക്രാച്ചോ സംഭവങ്ങളോ ഒന്നുമില്ല. ആ കമ്പനി ഷോറൂമിന്റെ ഉള്ളിൽ എങ്ങനെയാ കിടക്കുക, അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് പുതിയ എന്ത് വില ഉണ്ടെന്ന് അറിയോ? ഇത് പുതിയനെ നമ്മള് വാങ്ങിയത് 1,66,000 വാങ്ങിയായിരുന്നു. 1,66,00,000 രൂപ ഓൺ റോഡ് വിലയുണ്ട്. ഇപ്പൊ എത്രക്കാ കൊടുക്കുന്നത്? ഇപ്പൊ നമുക്ക് ഒരു 1,10 കൊടുക്കാം. 1,10 കൊടുക്കാം. 50 ലക്ഷം രൂപ കൊണ്ട് കുറച്ചു നിങ്ങൾ 50 ലക്ഷമാണ് കേട്ടോ. ആലോചിക്കണം, ഇത്രയും കുറഞ്ഞ കിലോമീറ്റർ ഓടിയപ്പോൾ വരുന്ന ഡിപ്രീസിയേഷൻ ആണ് പറയുന്നത് 50 ലക്ഷം രൂപ കേട്ടോ. അപ്പം എന്തായാലും ഇതൊക്കെ വേണ്ടവർ നോക്കിക്കോളൂ.
ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ നമ്മളിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂടുതൽ നിങ്ങൾക്ക് കുറച്ച് വണ്ടികൾ കൂടി കാണിച്ചു തന്നുള്ളൂ അല്ലേ? ഇതിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ ഈ പ്രീമിയം അല്ലാണ്ട് വേറെ ചെറുതുണ്ടോ? പ്രീമിയം വണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ഒരു എക്സ്ചേഞ്ചിലൊക്കെ വരുന്നത് എടുക്കും അല്ലേ? ഓക്കെ, ഏത് വണ്ടി വേണമെങ്കിലും എക്സ്ചേഞ്ച് എടുക്കും. ഏത് വണ്ടിയിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് വേണേ നോക്കിക്കോളൂ. ഇതൊക്കെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇനിയിപ്പോൾ ഇവരുടെ ഷോറൂം എന്തായാലും ഇവിടെ ഇനിയിപ്പോൾ ഓപ്പൺ ആവുന്നതോട് കൂടിയിട്ട് ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു കാണാം അല്ലേ? ഓക്കെ, പല വണ്ടികൾ പല മോഡലൊക്കെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് 2 വണ്ടി കൂടി പെട്ടെന്ന് കാണിച്ചു തരാം. ബാ. അപ്പോൾ എന്തായാലും ഇവരുടെ ഈ എക്സ്പോയിന്റെ ഉള്ളിൽ ഇപ്പോൾ നിലവിലിട്ടിരിക്കുന്ന ഈ ഒരു വാഹനങ്ങൾ ഏകദേശം ഇപ്പോൾ 2-3 കൂടി ഇവിടെ കാണിക്കാനുള്ളൂ അല്ലേ? വേറെ വണ്ടികളുണ്ടല്ലോ അല്ലേ? ഇഷ്ടം പോലെ വണ്ടികളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 1-2 വണ്ടി കൂടി പെട്ടെന്ന് ഇവിടെ പറഞ്ഞാൽ നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം കേട്ടോ. ഒരുപാട് സമയമായി. ഇപ്പോൾ ഇതിപ്പോൾ ഏതാ സാധനം? ഇവോക്കാണല്ലോ. ഇവോക്ക് HSE ഡൈനാമിക് ഇതിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു കോമ്പാക്റ്റബിൾ ആൻഡ് ക്യൂട്ട് കാറാണ് അല്ലേ? കാഴ്ചക്ക് നല്ല ഭയങ്കര രസമായിട്ട് ഈ സാധനം. അതായത് എന്താ പറയുക, ഒരു ചെറിയൊരു ഡീസൽ മിസൈലാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. ഇത് മോഡല് 2018 ആണ്. 19 ഡെലിവറി. 18 മോഡൽ അല്ലേ? ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ഹൈ ക്വാളിറ്റി. ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു വേരിയന്റിൽ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയല്ലേ ഇത്? അതിൽ ഡൈനാമിക് HSE എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ശരി, 19 രജിസ്ട്രേഷൻ ഉണ്ട്. കിലോമീറ്റർ ഇത് 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, വണ്ടി മോശമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി വണ്ടി അല്ലേ? ഒന്നുമില്ല. വിലയോ? വില ലാസ്റ്റ് നമുക്ക് ഒരു 28 കൊടുക്കാം. 28 ലക്ഷം രൂപ. ഇത് കേരള വണ്ടി തന്നെയാ? PY വണ്ടിയാണ്. പോണ്ടിയാണ്. ശരിയാകുമ്പോൾ നമ്മുടെ സ്വന്തം വലിയ പ്രശ്നമൊന്നുമില്ല. അതെ, മന്ത്രിമാർക്കൊക്കെ ഉപയോഗിക്കാമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലേ? ഓടിച്ചേരി വണ്ടിയാണ്. മാറ്റമൊന്നുമില്ല. നിങ്ങൾക്ക് അവിടെ വല്ല ഡോർ നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഈ 28 ലക്ഷം രൂപയ്ക്ക് 2019 വണ്ടിയാണ് തരുന്നത്. അതും ഇത്രയും ക്യൂട്ട് വണ്ടി. ഒരു ഫോർച്യൂണർ നമ്മുടെ മെയിൻ സാധനം ഇതാണ്. ഇത് പിന്നെ എവിടെ കാണിച്ചാലും എല്ലാവരും കാണുന്നൊരു സാധനമാണ്. നോർമലി ഉള്ള ആൾക്കാർ ഇപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ച്, സാധാരണക്കാരനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രീമിയം ലക്ഷറി ലൈനിൽ വരുന്ന സാധനം. ഇതിപ്പോ മോഡൽ ഏതാ? ഇത് 2018 മോഡലാണ്. 18 റിയന്നെയാ? ഇത് പുറത്തെ വണ്ടിയാണ്. ഓക്കെ, 18 മോഡലാണ്. കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം ഓടിയിട്ടുള്ളൂ. 1 ലക്ഷം. 18 അപേക്ഷിച്ച് 1 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ ലോ കിലോമീറ്റർ എന്നേ പറയുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഓടുന്നതാ. ഇത് 2 വീല് ഓട്ടോമാറ്റിക്. മോശമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല ഗ്രേ കളർ, നല്ല നീറ്റ് വണ്ടിയാണ്. വിലയോ? ഇത് വില ഫൈനലി നമുക്ക് ഒരു 21 കൊടുക്കാം. പേപ്പർ ആക്കിയിട്ടോ? NOC. അത് മോശമൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 21 ലക്ഷം രൂപയ്ക്ക് ഇത്രയും വൃത്തിയുള്ള വണ്ടി കിട്ടുന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ് അല്ലേ? ഓക്കെ, 21 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 2018 മോഡല് ഫോർച്യൂണർ 2 വീൽ ഓട്ടോമാറ്റിക് 1 ലക്ഷം ഓടിയിട്ടുള്ളൂ. ചെക്ക് ചെയ്തോളാം, എല്ലാം നോക്കിക്കോളാം. എന്തായാലും അതായത് ഈ ഒരു സാധനമാണ് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂ ഉണ്ടാവുന്നതും ആര് എവിടെ വീഡിയോ ഇട്ടാലും എല്ലാവരും കയറി നോക്കുന്ന സംഭവം. അതായത് Type 3 ഒറിജിനൽ കണ്ടീഷൻ വണ്ടി കേട്ടോ. Type 3 ഒറിജിനൽ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വന്ന അതേപോലെ നിൽക്കുന്നുണ്ട്. അതും ക്വാളിറ്റിയാണ് അടിപൊളി അല്ലേ? മോഡൽ 2012 ആണ് മോഡൽ. 12 മോഡൽ G12 മോഡല്. ഇത് V ആണ്. ടോപ്പ് എൻഡ് വണ്ടി. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇതിപ്പോ ഈ സെക്കൻഡ് ഓണർ 10,000 കിലോമീറ്ററിൽ അയാൾ വാങ്ങിച്ചതാണ്. അയാൾ ഇപ്പൊ 1.5 ലക്ഷം വരെ അയാൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തു. ക്വാളിറ്റി വണ്ടിയാണ്. കേരള വണ്ടി തന്നെയാ? പക്ക കേരള വണ്ടി, ഹൈ ക്വാളിറ്റി. അതായത് ഈ പിന്നെ ഉപയോഗിച്ച് നല്ല രീതിക്ക് ഉപയോഗിച്ചൊരു വണ്ടി കാണുമ്പോൾ പുറത്തുനിന്ന് തന്നെ മനസ്സിലാവും അല്ലേ? അത് ഓടിച്ചു നോക്കുക, ഉപയോഗമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ബോഡി കണ്ടറിയാം. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. അതായത് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ 20-22 ബെൻസ് കിടക്കുന്ന അതേ ക്വാളിറ്റിയിലാണ് കിടക്കുന്നത് അല്ലേ? ഇതൊക്കെ പിന്നെ എന്തായാലും ഒരു പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇത് നിലവിൽ ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. ഇതേ കണ്ടീഷനിൽ അതായത് Type 3 2012 ഇറങ്ങി അതേ കണ്ടീഷൻ. നല്ല നീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റം ക്ലീൻ വണ്ടി. ഇതുപോലത്തെ ഒരു വണ്ടി ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല തന്നെ വേണേ പറയാം. കാരണം ഈ Type 3 കേട്ടോ. പിന്നെ പോളിഷൊക്കെ ചെയ്ത് വൃത്തിയാക്കി. ഇത് വേറെ അതല്ല, ഇത് റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ഒരു റീപ്ലേസും ഇല്ല. നിലവിൽ ഇപ്പൊ സെക്കൻഡ് ഓണറാണ്. ഇനി എടുക്കുന്ന ആൾ തേർഡ് ഓണർ ആവും. ഓക്കെ, ഇത് 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. 2012 ആണെന്ന് പറഞ്ഞു. വില എത്ര? കറക്റ്റ് സർവീസ് ആണ്. ഇത് നമുക്ക് ഫൈനലി 8.5 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ ഇച്ചിരി കൂടുതലാണ്. പക്ഷെ വേണ്ടവൻ എടുത്താൽ മതി, അത്രേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത്ര നല്ല വണ്ടിയൊക്കെ തപ്പി കിടന്നിട്ട് ആർക്കും കിട്ടൂല. പിന്നെ നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ റേറ്റ് ഒക്കെ? മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. വീഡിയോ കണ്ടുവരുന്നവരൊന്നും പറയണം കേട്ടോ, എന്നാലും കിട്ടുള്ളൂ. വീഡിയോ കാണാത്തവർക്ക് ആർക്കും ഡിസ്കൗണ്ടും ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും 12 വണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ വില ലേശം കൂടുതലാണ്. പക്ഷെ അതാ ക്വാളിറ്റി ഞാൻ എപ്പോഴും പറയുന്ന പോലെ 10 രൂപ കൂടുതൽ കൊടുത്താലും ഇതുപോലെ നല്ല വണ്ടി എടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അതിൻ്റെ പേര് നമുക്ക് അപ്പോൾ എങ്ങനെയുണ്ട്? ബേസിക്കലി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യൂസ്ഡ് കാർ എക്സ്പോയിൻ്റെ ഒരു സംഭവമായിരുന്നു പറയാൻ വന്നത്. പക്ഷേ ഇത്രയും നല്ല കിടിലം വണ്ടികൾ കണ്ടപ്പോൾ പറയാതെ പോകാൻ പറ്റൂല അല്ലേ? തീർച്ചയായും അത്ര നല്ല വണ്ടികളാണ് എല്ലാം തന്നെ. അപ്പോൾ എന്തായാലും ഇവരുടെ എമറാൾഡ് ഗ്രൂപ്പിൻ്റെ യൂസ്ഡ് കാറിൻ്റെ ഒരു ഗംഭീര ഷോറൂം നമ്മുടെ ഇവിടെ തന്നെ അല്ലേ?
സരോവരത്തോട് ചേർന്ന് നേരെ ഓപ്പോസിറ്റ് ട്രേഡ് സെന്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ട്രേഡ് സെന്റർ നേരെ ഓപ്പോസിറ്റ് അപ്പുറ ഭാഗത്തേക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് വലിയ കാണിച്ചു തരാം. പിന്നെ പ്രീമിയം വണ്ടി വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോഴിക്കോട് തന്നെ 2-3 ആൾക്കാരേ ഉള്ളൂ പ്രീമിയം ചെയ്യുന്നത് അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലൈൻ സെഗ്മെന്റിലേക്ക് നിങ്ങളും കൂടെ ഒരു എൻട്രി നമ്മളോട് അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പുതിയ ആൾക്കാരല്ല, നമ്മൾ പഴയ ആൾക്കാരല്ല. അല്ല, നമ്മുടെ ഷോറൂമായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഇവർക്ക് ഈ ഒരു ഫീൽഡിൽ പരിചയമുള്ള ആൾക്കാരാണ്. പക്ഷേ ഒരു ഷോറൂമായിട്ട് വരുന്നത് അത് ഗംഭീര സംഭവം തന്നെയായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് വഴി കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ ഇവിടുത്തെ സംഭവം ഞാൻ ഓൾറെഡി നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞു. ബേസിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഷോറൂമുകളിലെ വണ്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എക്സ്പെരിമെന്റൽ സാധനമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? എല്ലാ ഷോറൂമാരും ഒരു കുടക്കീയിൽ വന്നിട്ട് വരുന്നവർക്ക് നല്ല സെലക്ഷന് കളക്ഷൻ ഇതാണ് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട് കേട്ടോ. അതിന് മാത്രം സെലക്ഷൻ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യണ്ട. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയാണ്. ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്ത് ഒരു നിർബന്ധമില്ല, പക്ഷേ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. ഇതിൽ നമ്മൾ ഇവിടെ കാലിക്കറ്റ് ട്രേഡ് സെന്റർ എന്ന് പറയുന്ന ഈ ഓഡിറ്റോറിയം ആണ്. ഇവരാണ് നമുക്ക് ഇതിനുള്ള സൗകര്യമൊക്കെ ചെയ്തു തരുന്നത്. ഇത് എമറാൾഡ് ഗ്രൂപ്പിന്റെതാണ്. അപ്പൊ പിന്നെ ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. മറ്റൊരു സ്ഥാപനമാണ്. അതെ 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 പല പല വിങ്ങാന്നേ ഉള്ളൂ. എല്ലാം ഇവർ തന്നെയാണ് കേട്ടോ, ഒന്നും നോക്കണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു കിഴിലും വീഡിയോ വീണ്ടും കാണാം. പുതിയ വണ്ടികൾ, പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും